കഴിഞ്ഞ ദിവസം ഞാനൊരു ആംപ്ലിഫയർ വിത്ത് FM വാങ്ങി. ഫ്ലിപ്കാർട്ടിൽ ഓഫർ കണ്ടിട്ട് വാങ്ങിയതാണ്. എനിക്കിതിന് 960 രൂപ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ ആംപ്ലിഫയർ വിത്ത് FMൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല പാക്കിങ്ങിലാണ് ആംപ്ലിഫയർ വന്നിട്ടുള്ളത്. ആംപ്ലിഫയർ വിത്ത് FM ആണ്. അപ്പോൾ ഞാനിതൊന്ന് അൺബോക്സ് ആയിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് കാണാം. നല്ല പാക്കിങ്ങിലാണ് വന്നിട്ടുള്ളത്. ഞാൻ പാട്ടുകളൊക്കെ കേൾക്കാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് പാട്ടുകളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയൊരു ആംപ്ലിഫയർ വിത്ത് FM ആണിത്. ഫ്ലിപ്കാർട്ടിൽ ഓഫർ കണ്ട് വാങ്ങിയതാണ്. ബാക്ക്ഗ്രൗണ്ട് കാണുന്നത് ഞാൻ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആംപ്ലിഫയറാണ്. ഇതിലേക്ക് ഞാനൊരു 210ൻ്റെ FMൻ്റെ ബോർഡ് ചെയ്തതാണ്. ഒരു 10 വർഷത്തോളമായി ഇതിനിപ്പോൾ യാതൊരു കംപ്ലൈൻറ്റും ഇല്ല. ഇപ്പോൾ നിലവിൽ ഒരു ചാനൽ പോയപ്പോൾ പുതിയൊരു ആംപ്ലിഫയർ വിത്ത് FM വാങ്ങിയതാണ്. പിന്നെ ഇതിൽ ബ്ലൂടൂത്ത് ഒന്നുമില്ല, പഴയതാണ്. ബ്ലൂടൂത്ത് വരുന്ന മുൻപുള്ള ബോർഡാണിത്. ഇപ്പോൾ നിലവിലും നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ലെഫ്റ്റത്തെ ഒരു ചാനൽ വർക്ക് ചെയ്യുന്നില്ല. ഇതിന് മുൻപ് ഞാനൊരു FM വാങ്ങിയിട്ടുണ്ടായിരുന്നു. കാണാൻ നല്ല ഭംഗിയാണ്, അതുപോലെ പേരൊക്കെ ഉണ്ട്. പക്ഷേ ഒരു മാസം പോലും തേച്ച് പോയില്ല. ഇതിന് ആദ്യം അതിൻ്റെ ട്രാൻസ്ഫോമർ അടിച്ചു പോയി. പിന്നെ അതിന് തൽക്കാലം ഒരു ട്രാൻസ്ഫോമർ ചെയ്തപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ബോർഡും അടിച്ചു പോയി. അപ്പോൾ ചില പ്രോഡക്റ്റ് നമ്മൾ പെട്ടുപോകാറുണ്ട്. പാട്ടൊക്കെ നമുക്ക് കുറച്ച് സൗണ്ട് കേൾക്കാനൊരു ഇഷ്ടമല്ലേ, ഒരു മിനിമം സൗണ്ട് ഉണ്ടാകുമ്പോൾ ഒരു കേൾക്കാൻ രസമുണ്ടാവുമല്ലോ. അത്തരത്തിൽ കേൾക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. പിന്നെ നമ്മുടെ ഫോണിലുള്ള ഒരുപാട് പാട്ടുകളുണ്ടാവും. അതുപോലെ യൂട്യൂബിൽ തന്നെ നമുക്ക് ഒരുപാട് നല്ല പാട്ടുണ്ടാവും. 80-90 കാലഘട്ടത്തിലുള്ള പാട്ടുകൾ, അതുപോലെ സ്റ്റീരിയോ ഉള്ള പാട്ടുകൾ, അതുപോലെ ഡോൾബിയുള്ള പാട്ടുകൾ, അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരുപാട് നല്ല പാട്ടുണ്ടാവില്ലേ, അതെല്ലാം ബ്ലൂടൂത്ത് ഉപയോഗിച്ച് ആംപ്ലിഫയറിലേക്ക് കണക്ട് ചെയ്ത് കേൾക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. ഇതിന് വലിപ്പം 9 ഇഞ്ച് നീളവും 6 ഇഞ്ച് വീതിയുണ്ട്. ഇതിന് പ്രത്യേകിച്ച് ഒരു പേരൊന്നും കൊടുത്തില്ല. ഇതിൽ ആംപ്ലിഫയറിന് വലിയ രീതിയിൽ കൊടുത്തിട്ടേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ IC ആണ് കൊടുത്തിട്ടുണ്ട്. 4440 IC ആണ് കൊടുത്തിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ച് പേരൊന്നും ഇതിന് കൊടുത്തില്ല. ഒരു ബ്രാൻഡായിട്ട് പേരൊന്നും കൊടുത്തില്ല. കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. പിന്നെ ഇതിലൊരു നല്ലൊരു റിമോട്ട് വരുന്നുണ്ട്. ഞാൻ ഈ ആംപ്ലിഫയർ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് വെബ്സൈറ്റിൽ ഇതൊരു സ്റ്റീരിയോ ആണെന്നോ അല്ലെങ്കിൽ ഡോൾബി ആണെന്നോ കൊടുത്തിട്ടില്ല. അപ്പോൾ കൈ കിട്ടിയപ്പോഴാണ് ഇതൊരു ഡോൾബി ആണ്, DTS ആണ്, ഡോൾബി ഡിജിറ്റൽ സൗണ്ട് ആണ്, അതുപോലെ 3D സറൗണ്ട് ആവുന്നതൊക്കെ ഇതിന് മുകളിൽ തന്നെ കൊടുത്ത് കാണാം. വാങ്ങുന്ന സമയത്ത് അവർ അതിലൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ എൻ്റെ കൈ കിട്ടിയപ്പോൾ ഇതൊരു ഡോൾബി സൗണ്ടാണ്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ കാണാം 4 ചാനലുണ്ട്. അപ്പോൾ നല്ല സൗണ്ടാണ്. ഞാനിത് കുറച്ച് ദിവസം ഉപയോഗിച്ച് നോക്കി. അപ്പോൾ നല്ല സൗണ്ടാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. വെബ്സൈറ്റിൽ അവർ കൊടുത്തിട്ടുള്ളത് 3000 ആണ്. അതിൽ നമുക്ക് 960 എനിക്ക് കിട്ടിയത്. പുതിയതായിട്ട് വാങ്ങിയിട്ടുള്ള ഈ ഒരു ആംപ്ലിഫയറിന് പേരോ മറ്റൊന്നുമില്ല. കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. ഏതായാലും ഞാൻ ഉപയോഗിച്ച് നോക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ പ്രോഡക്റ്റ് വാങ്ങാൻ താല്പര്യമുള്ളവർ അതിൻ്റെ ലിങ്കൊക്കെ നിങ്ങൾക്ക് താഴെ കാണാം.